വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിപിൻ, ആഘോഷമൊക്കെ അഭിമാനിക്കാവുന്ന വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് UDF 9 വർഷത്തിന് ശേഷമുള്ള വിജയമാണ്. അത് അവരർഹിക്കുന്ന വിജയം തന്നെയാണ്. ആഘോഷങ്ങൾ അങ്ങനെ തുടരുന്നു. ഈ മറ്റൊരു കാര്യം, ഈ UDFന്റെ വിജയത്തിന് LDFന്റെ ഈ ഭരണവിരുദ്ധ വികാരം അത് അലയടിച്ചിട്ടുണ്ട് എന്നൊരു വിഭാഗം പറയുമ്പോൾ, ഈ ആശാ വർക്കർമാരുടെ സമരം, അവരവിടെ വന്നിട്ട് വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു, സർക്കാരിനെതിരായിട്ട് അവർ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. സർക്കാർ അവരോട് അവരുടെ സമരത്തോട് സ്വീകരിച്ച ആ ഒരു നയം അത് ശരിയായില്ല എന്ന് രാഷ്ട്രീയക്കാരല്ലാത്തവർ പോലും ഒരുപാട് പേർ പറഞ്ഞ ഒരു കാര്യമാണ്. അതങ്ങനെയല്ല നേരിടേണ്ടത് എന്നുള്ളത്. നമ്മുടെ അവിടുത്തെ നിലമ്പൂരിൽ അവിടെ ഒരുപാട് ദിവസങ്ങളായി അവിടെയുള്ള ഏറ്റവും അടിത്തട്ടിൽ തന്നെ പ്രവർത്തിച്ച ഒരാളാണ് വിപിൻ. ഈ സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തെ എങ്ങനെയാണ് അവർ നോക്കിക്കണ്ടത്? അതെ സ്മിത, ഈ ആശാ വർക്കർമാരുടെ ഒരു സമരം അതൊക്കെ തന്നെ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകുന്നത്. അതിലൊന്നാമത്തേത് ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നുള്ള UDFന്റെ ഒരു ആരോപണത്തിന് അതിന് ബലം നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ബലം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ നിലനിർത്തിയിരുന്ന പല പഞ്ചായത്തുകളും നഗരസഭകളും, പോത്തുകല്ല്, അമരമ്പലം, അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭ, ഇതെല്ലാം കൈവിട്ടു എന്നുള്ളതും മാത്രമല്ല 4000-ഓളം ഭൂരിപക്ഷം UDFന് നേടിക്കൊടുക്കുക കൂടി ചെയ്തിരിക്കുന്നു നിലമ്പൂർ നഗരസഭയൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇതിൽ കാണാൻ സാധിക്കും. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഇവിടുത്തെ വന്യമൃഗ ശല്യത്തിൽ വേണ്ട പോലത്തെ ഒരു ഇടപെടൽ അത് സർക്കാരുകളുടെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ആരോപണം, അതിൻ്റെ ഒരു പരാതി ജനങ്ങൾ ഇവിടെ പറഞ്ഞു മടുത്തതാണ്. ഇപ്പോൾ നമുക്ക് ഈ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വോട്ടെണ്ണൽ വരുന്നത്. ഇതിനിടയിൽ തന്നെ ഇവിടെ 3 തവണ ഇപ്പോൾ ആന ഇറങ്ങിക്കഴിഞ്ഞു, കടുവ ഇറങ്ങി ഒരു പശുവിനെ പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അത് പുലിയാണ് എന്നുള്ളത് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു വശത്തു കൂടി ഇതേ നിലമ്പൂരിൽ തന്നെ നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് മൂത്തേടം, പോത്തുകല്ല്, കരുള ഈ പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ആ ഒരു ഭീതിയിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത് വോട്ടെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. മറ്റൊന്നുള്ളത് PV അൻവർ ഫാക്ടർ ഉണ്ട് ഇല്ല എന്നുള്ളൊരു ചർച്ചയായിരുന്നു. PV അൻവർ ഫാക്ടറാണ്. അതിൽ തന്നെ 20,000 വോട്ടുകൾ നേടാൻ സാധിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളിൽ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഇടപെടുന്ന ഒരു MLA എന്നുള്ള നിലയ്ക്കുള്ള ഒരു വോട്ടുകൾ PV അൻവർ കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നുള്ളത് UDFന്റെ വോട്ടുകൾ ചോരുന്നു, മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ചോരാനുള്ള സാധ്യത, ഒപ്പം തന്നെ VS ജോയ് പക്ഷം VV പ്രകാശിന്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടുകൾ ചോരുമോ, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് അത് സ്ഥാപിക്കാൻ മാത്രമല്ല അത് വോട്ടെടുപ്പിൽ തെളിയിക്കാൻ കൂടി UDFന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ UDFനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ചുങ്കത്ര മാർത്തോമ സ്കൂളിലാണ്. ഈ വോട്ടെടുപ്പ് നടന്നതാണ്. ഇവിടെ നിന്ന് VVPAT മെഷീനുകൾ അത് ഇവിടുത്തെ കലക്ടറേറ്റിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞ് ഈ ഒരു VVPAT മെഷീനുകൾ കലക്ടറേറ്റിലേക്ക് മാറ്റുന്ന അന്തിമ നടപടികളിലേക്ക് കൂടി ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് M സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാർഡിൽ പോലും പിന്നിൽ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലായിടത്തും പിന്നിൽ പോയി എന്നുള്ളത് മാത്രമല്ല, ഒരു 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം വരുമെന്നുള്ള UDFന്റെ പ്രവചനം, അത് ആത്മവിശ്വാസത്തോടെയുള്ള പ്രവചനം, അത് ബലത്തിൽ വരികയും ചെയ്തിരിക്കുന്നു. ശ്രീജിത്ത്, സ്മിത.